വരട്ടല്ലേ വരട്ടല്ലേ. ഈ വരട്ടൊക്കെ കുറുപ്പ് കുറെ കാലമായിട്ട് കണ്ടിട്ടുള്ളതാ. എനിക്ക് നിന്നെ ഉപദ്രവിക്കണമെന്നൊന്നുമില്ല. നിനക്ക് എന്നെ കാണാൻ ഇഷ്ടമല്ലെങ്കിൽ ഞാനങ്ങ് പോയേക്കാം. പക്ഷെ ഒരു ചെറിയ ഉപകാരം ചെയ്തു തന്നാ മതി. നീ നിന്റെ അച്ഛനോട് പറഞ്ഞ് ഒരു ചെറിയ തുക എനിക്ക് മേടിച്ചു തരണം. ഒരു 25,000 rupees. ഞാൻ അഗ്രിമെന്റ് തിരിച്ചു തന്നേക്കാം. ധൃതിയില്ല, ആലോചിച്ചിട്ട് മതി. അപ്പൊ എന്താ കഴിക്കാൻ വേണ്ടത്? ഐസ്ക്രീമോ ഫ്രഷ് ലൈമോ? സർ 6 പൊറോട്ട, ഒരു ചില്ലി ചിക്കൻ. നിമിക്കൊന്നും വേണ്ടല്ലോ? ഷുവറാണോ? വേണ്ട. ആ താങ്ക് യു. ഞാനേ ഇവിടൊക്കെ തന്നെ കാണും. ഒരു ഫ്രണ്ടിനെ കണ്ടതുകൊണ്ട് അവനോടൊപ്പം കൂടാന്ന് വെച്ചു. രണ്ടിലൊന്നും അറിഞ്ഞിട്ടേ ഞാൻ പോകൂ. ഫുഡ് ഇതുവരെ വന്നില്ലല്ലോ. കുറുപ്പിനെ കണ്ടപ്പോ സത്യമായിട്ട് എനിക്ക് ആളെ പിടിയിട്ടില്ല. ഏത് നിലയിൽ കഴിഞ്ഞ ആളായിരുന്നു. കട ഇനി തുറക്കാൻ പറ്റൂലല്ലേ? ഒന്നും ഉണ്ടായിരടോ. എനിക്കിപ്പോ അതിലും വലുതാ പ്രശ്നം. ഇതവള് പ്ലാൻ ചെയ്ത് പിള്ളേരെ കൊണ്ട് ജയിച്ചതാ. ഈ ഭാസ്കര കുറുപ്പിനെ അവക്ക് ശരിക്കും മനസ്സിലായിട്ടില്ല. ആര്? ആ ടീച്ചറോ? അവരേതാ കക്ഷി? ഇടോ, തന്ത അറിയാതെ മിനിറ്റിന് തന്തയാ മാറ്റി വേറെ തന്ത അയക്കുന്ന ഏർപ്പാടാ അവരുടെ കയ്യില്. പിന്നെ ഒരു കുറിപ്പ്. താൻ എളുപ്പം സ്ഥലം വിടുന്നതാ നല്ലത്. അല്ല, അത് നമ്മളെ തടി നോക്കണ്ടേ അല്ലേ? ദേ, തന്റെ നമ്പർ എന്റെ അടുത്ത് വേണ്ട. തനിക്കിപ്പോ എന്നെ ഒഴിവാക്കി കിട്ടണം, ഇത്രയല്ലേ ഉള്ളൂ. ഞാനേ വലിഞ്ഞേറി വന്നൊന്നുമല്ല. തന്റെ ഈ തട്ടിപ്പൊട്ടല്ലോ മാറ്റിക്ക് ഞാൻ. ഇപ്പൊ എന്റെ സ്ഥിതി അല്പം മോശമാണെന്ന് വെച്ച് എന്നെ ഭരിക്കാൻ വരരുത്. അല്ല, പകരക്കുറിപ്പ് ഇങ്ങനെ ചൂടാവല്ലേ? പിടി, കുടിക്ക്. ആ ടീച്ചർക്ക് കൂട്ടായിട്ട് ഇപ്പൊ ഒരു പുലിപ്പടയുണ്ട്. അവന്മാരോട് കളിക്കണമെങ്കിൽ ഇന്ത്യൻ പട്ടാളമെന്നോ മീറ്റിംഗ് വരേണ്ടി വരും. നമ്പർ 1 ഭീകരന്മാര്. അതിലും വലിയ ഭീകരന്മാരെ കുറുപ്പും കൊണ്ടുവരോടോ. തോറ്റുമടങ്ങാൻ വന്നവനല്ല കുറുപ്പെന്ന് താൻ അവളോട് പറഞ്ഞേക്ക. ഞാൻ അവരെ കാണാനിടയില്ല. അവളെ കാണുകയാണെങ്കിൽ പറഞ്ഞാൽ മതി. ഞാൻ ഉടനെ വരും വിത്ത് ഫോഴ്സസ്. അതിനു വേണ്ട കോപ്പൊക്കെ ഈ കുറുപ്പിന്റെ ഉണ്ടടോ. ഈ കഞ്ഞി വേകാൻ കുറെ സമയം ആവും. ഞാൻ കുടിച്ചിട്ടേ പോണുള്ളൂ. താനാ പറഞ്ഞു എടുത്തേ. എന്റെ 100 9 എടുക്കാൻ ഉണ്ടാവൂല. എടുക്കടോ, എനിക്കും ജീവിക്കണ്ടേ. അവളുടെ കിട്ടുമ്പോ ഞാൻ വരികയല്ലേ.
എന്നാ 9:45 ലാസ്റ്റ് ബസ്. ചെൽ. നാളെ ലാസ്റ്റ് ദിവസം ഉണ്ടല്ലോ. അയ്യോ നാളെ ബസ് അവരോ ആണോ? ആ. ഒരു ബസ് സമരം ഞാൻ നേരിട്ട് കണ്ടിട്ട് ഒരുപാട് നാളായി. ഞാൻ കണ്ടിട്ടേ പോണുള്ളൂ. അയ്യോ ആഹാ, അല്ല പിന്നെ ഗുഡ് മോർണിംഗ് മിസ്. ഗുഡ് മോർണിംഗ്. സത്യത്തിൽ ജീവനെ കണ്ടപ്പോഴാ എനിക്ക് എന്റെ ജീവൻ വീണത്. പണി പൂർത്തിയാകാത്ത എന്തേന്ന് ബിഷപ്പിന്റെ വിളി. വിശപ്പിന്റെ വിളിയോ? ബിഷപ്പല്ലടാ, ബിഷപ്പ്. ബിഷപ്പിന്റെ വിളി. ഇത്തവണ ക്ലാസ്സുകൾ കൂട്ടാൻ പറ്റാത്തതിന് കമ്മിറ്റിക്കാരുടെ വക പഴി. ഇതൊന്നും പോരാണ്ടിപ്പോ പിള്ളേരും തുടങ്ങിയിരിക്കും. എന്താ സമരമാണോ? സമരമാണെങ്കിൽ അതിനൊരു ആണത്തൊക്കെ ഉണ്ടായിരുന്നു. ഇത് അതൊന്നുമല്ല എന്റെ ജീവ. തെമ്മാടിത്തര എഴുതി ചുമര് മുഴുവൻ ഒട്ടിക്കുക. താൻ വരട്ടേന്ന് വിചാരിച്ച് ഞാൻ അത് സഹിച്ചു. എയർപോർട്ടിൽ വെച്ച് എനിക്ക് ആദ്യം കിട്ടിയത് ഫാദറിന്റെ മെസ്സേജാ. കാര്യമായ പ്രശ്നങ്ങളില്ലാതെ ഫാദർ വിളിപ്പിക്കില്ലെന്ന് എനിക്ക് അപ്പോഴേ തോന്നി. അപ്പൊ എപ്പോഴാ ഇതൊക്കെ ഒന്ന് അവസാനിപ്പിക്കുക? ഇത് കഴിഞ്ഞിട്ട് വേണം. ദാ അവിടെ പുതിയൊരു സയൻസ് ബ്ലോക്കിന്റെ പണിയുണ്ട്. ഇവിടെയുള്ള കെട്ടിടങ്ങളിലൊക്കെ ആർക്കിടെക്ട് ജീവൻ റോയ് ആണെന്ന് പറഞ്ഞ് എനിക്കൊന്ന് അഭിമാനം കൊള്ളണം. പകരക്കാരനെ വെച്ച് ഇത് കംപ്ലീറ്റ് ചെയ്യാഞ്ഞത് ആ ഒറ്റ കാരണം കൊണ്ടാ. എനിക്കറിയാം ഫാദർ. ഫാദർ എന്നോട് കാണിച്ചിട്ടുള്ള സ്നേഹവും വാത്സല്യവും. ഞാനിതാ ഇന്ന് മുതൽ റെഡി. തന്നെ കണ്ട സന്തോഷത്തിന് ഒന്നും ചോദിച്ചില്ല ഞാൻ. വാ ചോദിക്കട്ടോ. വിദേശവാസമൊക്കെ കഴിഞ്ഞപ്പോ കല്ലും കമ്പിയും നിരത്തുന്നതിനിടയില് തന്റെ വീണക്കമ്പിയുടെ നാദൊക്കെ മറന്നുപോയോ? അയ്യോ, ഇപ്പോഴും അതൊക്കെ ഉള്ളൂ ബാക്കി. ഇനിയിപ്പോ അതൊക്കെ ഒന്ന് റിഫ്രഷ് ചെയ്യണം. ആ വേണം. ആ താനിപ്പോ എറണാകുളത്തുനിന്നാ മോട്ടോർ സൈക്കിളിനാ വന്നേ? അല്ല, അതാ അലക്സിന്റെ. ഏതലക്സ്? ആ കൂവപ്പറമ്പിലെ ചെറിയാച്ചന്റെ മകൻ. ലഗേജൊക്കെ അവന്റെ വീട്ടിൽ വെച്ചിരിക്കുക. ഓ അത് ശരി. ആ ചൂടന്റെ കൂടെയാ ഇത്തവണ നിന്റെ സഹവാസം. അവൻ അവിടെ എന്താ ചെയ്യണേ? ആ അപ്പനപ്പൂമാര് സമ്പാദിച്ചു കൂട്ടിയിട്ടുണ്ടല്ലോ. അതൊക്കെ തിന്നു മുടിക്കാൻ ഒരാൾ വേണ്ടേ അല്ലേ? എന്നാ ശരി ഫാദർ. ശരി. അതെടാ, അപ്പനപ്പന്മാർ സമ്പാദിച്ചു കൂട്ടിയത് തിന്നും കുടിച്ച് മുടിക്കാൻ തന്നെ എന്റെ ഭാവം. അതിനുണ്ടൊരു പ്രത്യേക രസം. ഞാൻ കേട്ടോ, ലേറ്റസ്റ്റ് ഗ്രാമി അവാർഡ് വിന്നറാ. തന്തപ്പടി വിളിച്ചിരുന്നു കുറച്ചു മുമ്പ്. എസ്റ്റേറ്റിലെ അക്കൗണ്ട്സ് ഒക്കെ അറിയാനാ. അതറിഞ്ഞ അതിയാന സമാധാനമായി. ഒരു കണക്കപ്പിള്ളയുടെ റോളാടാ എനിക്ക് അങ്ങേരുടെ മുമ്പിൽ ഇപ്പോ. സംഗീതത്തിനൊരു താളം കൂടിയാ. രണ്ടെണ്ണം എടുത്ത് അടിയടാ. അയ്യോ ഞാന് വേണ്ട വേണ്ട. മൂട് കളയാടാ. അമേരിക്കയിലൊക്കെ പോയി വന്നിട്ടും നീ ശരിയായിട്ടില്ല. അതിപ്പോ ശരിയാവുന്ന മട്ടുമില്ല. ഹോസ്റ്റലിൽ എന്റെ റൂമിന്റെ തൊട്ടടുത്തൊരു മദാമ ഉണ്ടായിരുന്നു. അവളെ ഒന്ന് ഇംപ്രസ് ചെയ്യാൻ ഒരിക്കൽ ഞാൻ 2 എണ്ണം അടിച്ചു. നെക്സ്റ്റ് മോമെന്റ് കംപ്ലീറ്റ് ഫ്ലാറ്റ്. ഇനി വയ്യേ. ഇതൊന്നുമില്ലെങ്കിൽ എങ്ങനെടാ ഈ അലക്സ് ചെയ്യാൻ കൂവപ്പറമ്പനാകുന്നത്? പുതുപുത്തൻ വാഹനങ്ങൾ, മദ്യം, സംഗീതം, ഇതിലൊക്കെ എനിക്കിപ്പോ ജീവിതം കണ്ടെത്താൻ കഴിയുന്നുള്ളടാ മോനെ. റബ്ബർ ടാപ്പിങ്ങിന് മേൽനോട്ടം വഹിക്കാൻ ആർക്കിടെക്ചറിൽ പോസ്റ്റ് ഗ്രാജുവേഷൻ നേടിയ ഈ ലോകത്തിലെ ഒരേ ഒരു ഭാഗ്യവാൻ. നീ സെന്റിമെന്റലാ ഇവിടെ. നീ സെന്റിമെന്റലാ.